ഹലോ, കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇടാനായിട്ട് ഇപ്പോൾ പറ്റണില്ല. ഡെയിലി ഒന്നും അങ്ങനെ വീഡിയോസ് ചെയ്യാനും ഇടാനൊന്നും പറ്റണില്ല. കാരണം ഞാനും വർക്കിന് പോവാണ്, ചേട്ടനും വർക്കിന് പോവാണ്. അപ്പോൾ ഞാൻ പേരാമ്പ്ര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് വർക്കിന് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ 26-ാം തീയതി തൊട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടെയാണ് നിൽക്കണേ. അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തത്. സമയമില്ല. ഇന്ന് നമുക്കൊരു കല്യാണമുണ്ട്, നമ്മുടെ വില്ലിച്ചൻ്റെ മോൻ്റെ കല്യാണം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ എണീറ്റ് കുളിച്ചിട്ടൊന്നുമില്ല, കുളിക്കാൻ പോവാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആവണത്, സമയം ഉണ്ടെങ്കിൽ റെഡി ആവണത് എടുക്കും, അല്ലെങ്കിൽ റെഡി ആയി കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം. ഓക്കെ, ബൈ. പിന്നെ ഞാൻ ഇന്ന് സെറ്റ് മുണ്ടൊക്കെ എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി ഇന്ന് രാവിലെ തന്നെ ഞാൻ പീരീഡ്സ് ആയി. അപ്പോൾ എനിക്ക് ഈ സെറ്റ് മുണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിക്കണേ ധാവണിയായിട്ട് തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പാവാടിയും സ്കേർട്ടും ടോപ്പും ഇല്ല. അപ്പം ധാവണി തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സ്കേർട്ടും ടോപ്പും ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ധാവണി പോലെ കൊടുക്കാനായിട്ട് ഒരു മൂഡില്ല. അപ്പോൾ സ്കേർട്ടും ടോപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് റെഡി ആയിട്ട് വരാം. ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വരാം. ചിലപ്പോൾ റെഡി ആവുന്നത് വീഡിയോസ് എടുക്കും, ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് റെഡി ആയി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ ടോപ്പൊക്കെ ഇട്ടിട്ടാണ് കുളിച്ചു, മുഖമൊക്കെ കഴുകി. ടോപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ, പാവാട ഇട്ടിട്ടില്ല. പിന്നെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഇങ്ങനത്തെ കൈയൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല, കുഴപ്പമില്ല. സെറ്റ് കൊണ്ട് കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷേ അത് നടന്നില്ലായിരുന്നു. പിന്നെ തന്നെയാണ് ഇത് ചിലപ്പോൾ ധാവണി പോലെ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഇതേപോലെ പട്ടുപാവാട ബ്ലൗസ് കൊടുക്കില്ല, അതേപോലെ ഇട്ടിട്ട് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമുക്ക് റെഡി ആയാലോ? ഈ ബോക്സിലാക്കിയിട്ടാണ് ഞാൻ അവിടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. അപ്പോൾ പിന്നെ സുഖമാണല്ലോ. ഇവിടെ നിന്ന് അവിടെ പോകുമ്പോൾ കൊണ്ടും അവിടെ നിങ്ങൾ കൊണ്ടുവരും, അതൊക്കെ എളുപ്പമാണ്. ഇതിനകത്ത് തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതിനാണ് നിങ്ങൾ മേക്കപ്പ് എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ കല്യാണത്തിന് പോയപ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവ് അവൻ പറയുന്നത് എന്തോരം മേക്കപ്പ് ഇട്ടൊക്കെ അറിയാം. അതിനൊരു ചേട്ടൻ, വിഷ്ണു ചേട്ടനും മീനു ചേട്ടൻ കാണും, എൻ്റെ മേക്കപ്പ് കാണുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരുങ്ങി കഴിയും. ഇത്രയുള്ള എൻ്റെ ഒരുക്കം. എനിക്കിതെല്ലാം അറിയണം. പിന്നെ ഞാൻ ഇടുള്ള സെയിം സാധനങ്ങളായിരിക്കും. പിന്നെ അത് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. പീരീഡ്സായിട്ട് ഒട്ടുക്കത്ത് വേറെ ചെയ്യുന്നത്. ചേട്ടൻ കല്യാണ വീട്ടിലാണ്, ഞാൻ അവിടെയാണ് നിന്നതെന്ന് തോന്നുന്നു. വീട്ടിലേക്ക് എന്തായാലും വന്നിട്ടില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്നു നിൽക്കാം. ഞങ്ങൾ ഇന്നലെ തന്നെ വൈകുന്നേരം പോയിട്ട് തിരിച്ചു പോകുന്നു. ചെമ്പുത്ര അമ്പലത്തിലാണ് കെട്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. വെറും 3 സാധനങ്ങൾ വെച്ചിട്ടാണ് കഴിച്ച് ഞാൻ ഒരുങ്ങുന്നത്. 3, 4, 5, 6, 7, 8 സാധനങ്ങൾ. ഇത് ഞാൻ പുതിയതാണ് കേട്ടോ. കണ്ടോ, ഞാൻ ആദ്യമായിട്ട് എപ്പോഴാണ് യൂസ് ചെയ്യാം. ഇതിൽ വേറെ പോൺസിൻ്റെ ഇതന്നെ യൂസ് ചെയ്യാറ്. ഇത് സെയിം അല്ല തോന്നുന്നു. പാക്കിങ് എന്തായാലും സെയിം അല്ല കേട്ടോ. സാധനം സെയിം എന്ന് തോന്നുന്നു. ഇച്ചിരി കുറച്ച് അധികം ഇടാം. സെറ്റ് മുണ്ടൊക്കെ എടുക്കാനായിട്ട് അതിന് മാച്ചുള്ള വളയും കമ്മലൊക്കെ വാങ്ങിച്ചു വെച്ചതാണ്. മൊത്തത്തിൽ പേജിയായി. പിന്നെ ഒരു രക്ഷയില്ല, ഇതന്നെ ഇടാം. ഞാൻ കഴുത്തിൽ ഇടല് കുറവാട്ടോ. കഴുത്തിൽ എൻ്റെ മുഖത്തിലേക്ക് കളർ കഴുത്തിലാണ്. മുഖം ഫുള്ള് ടാനൊക്കെ അടിച്ച് ശരിക്കണം. ഞാൻ ആദ്യമൊക്കെ കണ്ണ് +1 +2 പഠിക്കണ വരെ
മുകളിലും താഴെയൊക്കെ എഴുതി വാലൊക്കെ ഇട്ട് എഴുതി അങ്ങനെയായിരുന്നു. അന്ന് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. എന്നെ പേഴ്സണലി അറിയുന്നവർക്കൊക്കെ അറിയായിരിക്കും. അതിന് മുടിയൊക്കെ പോയി. പിന്നെന്താ, അപ്പം ഞാൻ ഇങ്ങനെ വാലൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതിയിട്ടായിരിക്കും പോകാറ്. ഇപ്പോൾ ഞാൻ അന്ന് എനിക്ക് അങ്ങനെ എഴുതാനും അറിയായിരുന്നു. ഇപ്പോൾ ഒരു വാല തെക്കോട്ടും ഒരു വാല വടക്കോട്ടൊക്കെ ആയിട്ടാണ് എഴുതുക. പിന്നെ ഇന്ന് ഞാൻ അങ്ങനെ എഴുതാമെന്ന് വിചാരിക്കുന്നു. അറിയില്ല നടക്കുമെന്ന്, നമുക്ക് നോക്കാം. വീഡിയോയിൽ എന്നേക്കാൾ കൂടുതൽ ഫോണാണല്ലോ കാണുന്നത്. എനിക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ അറിയുള്ളൂ. എന്താ ചെയ്യാം, എനിക്ക് ഇങ്ങനെയാ. ഞാൻ കുറേ ശ്രമിച്ചു ഫോൺ കാണാണ്ട് മിറർ മാത്രം കാണാനുണ്ട്. പക്ഷെ നടക്കണില്ല. മിററിൽ നിന്ന് എന്താ പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഓവറായിട്ട് അകത്തേക്ക് വരിക, അങ്ങനെയാണ്. അപ്പം ഇനി ഇതാണ് മതി. ഇത് ഞാൻ സൂം ചെയ്ത് വെച്ചേക്കോട്ടെ. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചതാ. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്യാൻ അറിയില്ല, അതാണ് മെയിൻ കാരണം. യൂസ് ചെയ്യാൻ എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല. ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പക്ഷെ കാണാനൊക്കെ നല്ല രസമല്ലേ. ഇതറിയില്ല ഗൈസ്, ഇതിലെന്തോ ബ്ലഷ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്, ഹൈലൈറ്ററൊക്കെ ഒരുമിച്ചായിട്ടുള്ള സംഭവം. പക്ഷേ എനിക്കറിയില്ല എങ്ങനെ ഇടും. അപ്പം ഞാൻ അറിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് വരാം. പുരാതന കാലത്തുള്ള എന്താ നമ്മുടെ പാരമ്പര്യ സ്വത്ത് എന്ന് പറയില്ല, അതേപോലെ ഞാൻ കൊണ്ടു നടക്കണ ഐഷാഡോ പാലറ്റാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും വാട്ടർ കളറാണ്. വാട്ടർ കളർ വേണ്ട, ശരിക്കും അതിൻ്റെ തന്നെ ഉണ്ടല്ലേ. ഞാൻ വീഡിയോ കാണുമ്പോൾ നേരിട്ട് കാണാൻ വാട്ടർ കളർ പോലെയുണ്ട്, പക്ഷെ വാട്ടർ കളറല്ല. ഇത് ഞാൻ എവിടെ നിന്നോ വാങ്ങിച്ചൊരു ഐഷാഡോ പാലറ്റ്. ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇതൊക്കെ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. ബട്ട് സ്റ്റിൽ ഞാനിത് യൂസ് ചെയ്തു. ഇതിലെ ഈ ഒരു റോസ് കളറുണ്ട്, പിങ്ക് റോസ് എന്നൊക്കെ പറയില്ല, ആ ഒരു കളറാണ് ഞാൻ എപ്പോഴും ഇടാറ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ പിള്ളേരൊക്കെ തോണ്ടിയും കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇതും യൂസ് ചെയ്യാം. ഇനി നമുക്ക് കണ്ണൊക്കെ എഴുതിയിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വരാം. ഇതിപ്പോൾ എടുക്കാനൊന്നുമില്ല പ്രത്യേകിച്ച്. ഞാൻ ചെയ്യുന്ന സെയിം സംഭവങ്ങൾ തന്നെയല്ല എപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതി സെറ്റായിട്ട് വരാം കേട്ടോ. കമ്മൽ ഞാൻ ഇട്ടുട്ടാ, മാച്ചൊന്നും അല്ലാതെ കുഴപ്പമില്ല. പിന്നെ ഞാൻ മുടി എന്താ ഇന്നലെ വൈകുന്നേരം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തതാണ്. പക്ഷെ ഇന്നലെ കിടന്നുറങ്ങിയിട്ട് ഇച്ചിരി ഇതായി. അപ്പം ഞാൻ ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടാണ്. ഞാൻ എൻ്റെ രസമുണ്ടാകും, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ കെട്ടാൻ എനിക്ക് അറിയുള്ളൂ. ഇങ്ങനെ കെട്ടി. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ സാധനം ലിപ്സ്റ്റിക് ഇടാം. ലൈനർ എത്തിയിട്ടില്ല. ഇപ്പം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞോട്ടാ. നമുക്ക് പൊട്ട് വേറെ കുത്തണം. വളയിടാം. ഇതൊക്കെ എപ്പോഴോ ആദ്യം വാങ്ങിച്ചു വെച്ചേക്കണതാണ്. ഇനി ഇതിന് ഉപകാരപ്പെട്ടു മാത്രം, ഭാഗ്യം. നമ്മൾ വള വാങ്ങിച്ചത് സെറ്റ് മുന്നിൽ മാച്ചായിട്ട് ഇടാനുള്ള കഴിച്ചല്ലോ. അതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനം അവിടെ നടന്നു. കഴിച്ചതിന് ഞാൻ ഊരില്ല കേട്ടോ. കഴിച്ചതിന് ഊരാൻ എനിക്കിഷ്ടമല്ല. പിന്നീടല്ലേ ഇങ്ങനെ തോന്നുന്നുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ റെഡി ആയി ഞാൻ നല്ല സുന്ദരി കുട്ടിയായില്ലേ ഗൈസ്.